രണ്ടാഴ്ച മുൻപ് ഓൺലൈൻ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഒരു സ്റ്റുഡൻറ് എന്നോട് ചോദിച്ചു, എക്സാം ഓറിയൻറ്റഡായി പ്രിപ്പയർ ചെയ്യുമ്പോൾ ആവർത്തിച്ച് വരുന്ന ചോദ്യങ്ങൾ എങ്ങനെയാണ് തിരിച്ചറിയാനാവുന്നത്? അതിന് ഒരു പർട്ടിക്കുലർ ഉത്തരം എങ്ങനെ വന്നു എന്നെങ്ങനെ തിരിച്ചറിയാനാകും? ഇങ്ങനെയുള്ള ആശയക്കുഴപ്പങ്ങളുടെ ഒരു ഉത്തരമാണ് എൻ്റെ ഈ ഒരു പ്രസൻറ്റേഷൻ. +2 എക്സാമിനേഷനോട് ചേർന്ന് സുവോളജിയിലുള്ള ഒരു ക്രാഷ് കോഴ്സാണ് ഈ ഒരു പ്രസൻറ്റേഷനിൽ വരുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആയിരിക്കും ഇവിടെ റിവൈസ് ചെയ്യപ്പെടുന്നത്. ആദ്യം നമുക്ക് ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ കൺസിഡർ ചെയ്യാം. ബയോഡൈവേഴ്സിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ചുറ്റും കാണുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള ന്യൂമറസ് ആയിട്ടുള്ള ആനിമൽസും പ്ലാന്റ്സും ഉൾപ്പെടെ വരുന്ന ഒരവസ്ഥയാണ്. നേച്ചർ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ഏറ്റവും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഏറ്റവും ന്യൂമറസ് ആയിട്ടുള്ള ഡിഫറെൻറ്റ് ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ് ഭൂമിയിൽ ഉണ്ടാകുന്ന അവസ്ഥയാണ്. ഇതാണ് ബയോഡൈവേഴ്സിറ്റി റിച്ച് കണ്ടീഷൻ. ബയോഡൈവേഴ്സിറ്റി എപ്പോഴും റിച്ച് ആയിരിക്കണം. പക്ഷെ പലപ്പോഴും ഹ്യൂമൻ ആക്ടിവിറ്റീസ് ഇതുപോലെ റിച്ച് ആയിട്ടുള്ള ബയോഡൈവേഴ്സിറ്റി കണ്ടീഷനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഇൻഡസ്ട്രീസ് ഡെവലപ്പ് ചെയ്ത് വരുന്ന ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്, സിറ്റീസ് ഡെവലപ്പ് ചെയ്ത് വരുന്ന അർബനൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്, ഒരുപാട് ഹ്യൂമൻ കൺസ്ട്രക്റ്റീവ് ആക്ടിവിറ്റീസ്, ഇതെല്ലാം ബയോഡൈവേഴ്സിറ്റി ഡിസ്ട്രക്ഷനിലേക്കാണ് ലീഡ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ ഭൂമിയിൽ കാണുന്ന പലതരം ആനിമൽസും പ്ലാന്റ്സും ചത്തൊടുങ്ങിപ്പോകും. ഈ ഒരു അവസ്ഥ തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ മനുഷ്യർ അതിനെതിരെയായി ബയോഡൈവേഴ്സിറ്റി ലോസ് കുറയ്ക്കാനും ബയോഡൈവേഴ്സിറ്റിയെ പ്രൊട്ടക്റ്റ് ചെയ്യാനും ഒരുപാട് കൺസർവേറ്റീവ് മെത്തേഡ്സ് അഡോപ്റ്റ് ചെയ്തു. ഇങ്ങനെ വരുന്ന ബയോഡൈവേഴ്സിറ്റി ടൈപ്സ്, ബയോഡൈവേഴ്സിറ്റി ലോസിൻ്റെ കാരണങ്ങൾ, ബയോഡൈവേഴ്സിറ്റി കൺസർവേറ്റീവ് മെത്തേഡ്സ്, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിനോട് ചേർന്ന് ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് വരുന്ന ഒന്നാമത്തെ ചോദ്യം, എക്സ്പാൻഡ് ദ ടേം IUCN. IUCN എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ യൂണിയൻ ഓഫ് കൺസർവേഷൻ ഓഫ് നേച്ചർ ആൻഡ് നാച്ചുറൽ റിസോഴ്സസ്. നമ്മുടെ പ്രകൃതിയിലുള്ള നാച്ചുറൽ ആയിട്ടുള്ള വിഭവങ്ങളെ കൺസർവ് ചെയ്യാൻ അന്താരാഷ്ട്ര തലത്തിൽ ഫോം ചെയ്തിരിക്കുന്ന യൂണിയനാണിത്. ചോദ്യത്തിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 2. കൺസർവിംഗ് ആനിമൽസ് ഇൻ സൂസ്, സഫാരി പാർക്സ് എക്സെട്ര ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ഡാഷ് ടൈപ്പ് ഓഫ് പ്രിസർവേഷൻ. നേരത്തെ പറഞ്ഞു ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ പലതരത്തിലുണ്ട്. ബയോഡൈവേഴ്സിറ്റി കൺസർവ് ചെയ്യുക എന്ന ഏറ്റവും എസെൻഷ്യലായ ഒരു കാര്യമാണ്. അത് പ്രധാനമായും 2 തരത്തിലാണ് ചെയ്യുന്നത്: ഇൻസിറ്റു കൺസർവേഷൻ ആൻഡ് എക്സിറ്റു കൺസർവേഷൻ. ഇപ്പോൾ സ്ക്രീനിൽ 2 തരത്തിലുള്ള പിക്ചേഴ്സ് കാണിച്ചിട്ടുണ്ട്. ആദ്യത്തത് ഇൻസിറ്റു കൺസർവേഷൻ കാണിക്കുന്ന ഒരു പിക്ചറും രണ്ടാമത്തത് എക്സിറ്റു കൺസർവേഷൻ കാണിക്കുന്ന പിക്ചറുമാണ്. ആദ്യത്തത് ഒരു നാഷണൽ പാർക്കും രണ്ടാമത്തത് ഒരു ബൊട്ടാണിക്കൽ ഗാർഡനുമാണ് കാണിച്ചിരിക്കുന്നത്. ഇൻസിറ്റു കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ കാണിച്ചിരിക്കുന്നത് പോലെ ഒരു നാഷണൽ പാർക്ക് അല്ലെങ്കിൽ സ്വതസിദ്ധമായി ആനിമൽസ് താമസിക്കുന്ന ഇടങ്ങളെ മനുഷ്യദത്തമായ ആക്ടിവിറ്റീസ് കൊണ്ട് സംരക്ഷിക്കും. എക്സിറ്റു കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റ് സെറ്റപ്പ് ചെയ്യും. ആ സെറ്റപ്പ് ചെയ്യുന്ന എൻവയോൺമെൻറ്റിലേക്ക് എല്ലാ പ്ലാന്റ്സിനെയും ആനിമൽസിനെയും നമ്മൾ താമസിപ്പിക്കും. ബൊട്ടാണിക്കൽ ഗാർഡൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് ആർട്ടിഫിഷ്യൽ ആയിട്ട് ഒരു സ്ഥലം തിരഞ്ഞെടുത്ത് പലതരത്തിലുള്ള പ്ലാന്റ്സ് പല കൺട്രികളിൽ നിന്നും കളക്ട് ചെയ്ത് സൃഷ്ടിച്ചെടുക്കുന്നതാണ്. അതുപോലെ തന്നെ സൂസ് ഇതേപോലെ തന്നെ ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ എൻവയറമെൻറ്റ് ക്രിയേറ്റ് ചെയ്തുണ്ടാക്കുന്നതാണ്. ഇതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം: ഇൻസിറ്റു കൺസർവേഷൻ, എക്സിറ്റു കൺസർവേഷൻ. ഈ ഓരോ കൺസർവേഷൻ മെത്തേഡ്സും അതിന് തന്നെ പലതരം ഡിവിഷൻസ് ഉണ്ട്. ഇൻസിറ്റു കൺസർവേഷനിൽ ആദ്യത്തത് ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട്സ്, രണ്ടാമത്തത് ബയോസ്ഫിയർ റിസർവ്സ്, മൂന്നാമത്തത് നാഷണൽ പാർക്ക്, നാലാമത്തത് വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്, അഞ്ചാമത്തത് സേക്രഡ് ഫോറസ്റ്റ് ആൻഡ് ലേക്സ്. ഇതുപോലെ എക്സിറ്റു കൺസർവേഷൻ ടൈപ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ബൊട്ടാണിക്കൽ ഗാർഡൻസ്, സൂസ്, സീഡ് പോളൻ ബാങ്ക്സ്,
ജീൻ ബാങ്ക്, ടിഷ്യൂ കൾച്ചർ, ക്രയോ പ്രിസർവേഷൻ. ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കാം. കൺസർവിങ് ആനിമൽസ് ഇൻ സൂസ്, സഫാരി പാർക്സ്, എക്സെട്ര ഈസ് ആൻ എക്സാമ്പിൾ ഫോർ എക്സിറ്റു കൺസർവേഷൻ. ഇതാണ് അതിന്റെ ഉത്തരം. Question number 3. Who among the following proposed Rivet-Popper hypothesis in relation to explain species richness? Options: A.V. Humboldt, David Tillman, Paul Ehrlich, Edward Sivils. ഇതിൽ ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് എയറോപ്ലെയിനിന് ഉപയോഗിക്കുന്ന റിവറ്റ് പോപ്പേഴ്സ് ആണ്. സിമ്പിൾ എയറോപ്ലെയിനിൽ ഉപയോഗിക്കുന്ന നട്ട് ആൻഡ് ബോൾട്ട്. എയറോപ്ലെയിനിൽ ഇതുപോലെ കാണിച്ചേക്കുന്നത് പോലെ ഒരുപാട് ചെറിയ ചെറിയ നട്ട് ആൻഡ് ബോൾട്ട്സ് ഉണ്ട്. ഇതിനാണ് റിവറ്റ് പോപ്പർ എന്ന് പറയുന്നത്. റിവറ്റ് പോപ്പർ ഹൈപ്പോത്തസിസ് അനുസരിച്ച് നമ്മുടെ എക്കോസിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ പ്രകൃതിയുടെ ഏറ്റവും ചെറിയ സബ് യൂണിറ്റ് ഒരു എയറോപ്ലെയിൻ പോലെയാണ്. നമ്മൾ അതിലുള്ള ഓരോ സ്പീഷീസിനെയും ഡിസ്ട്രോയ് ചെയ്താൽ നമ്മളൊരു എയറോപ്ലെയിനിൽ കയറിയിരുന്ന് ഓരോ റിവറ്റ് ആൻഡ് പോപ്പേഴ്സ് പതിയെ ഊരി മാറ്റിയാൽ ആ എയറോപ്ലെയിനിന് എന്ത് സംഭവിക്കും, അതുപോലെ തന്നെ നമ്മുടെ എക്കോസിസ്റ്റത്തിന് സംഭവിക്കും എന്നാണ്. ഈ റിവറ്റ് ആൻഡ് പോപ്പേഴ്സ് പതിയെ പതിയെ ഊരി മാറ്റിക്കൊണ്ടിരുന്നാൽ നമുക്കറിയാം പതിയെ പതിയെ ആ എയറോപ്ലെയിൻ നശിച്ചു പോകും. അതുപോലെ നമ്മുടെ സ്പീഷീസും ഇതുപോലെ തന്നെ ഹ്യൂമൻ ആക്ടിവിറ്റീസ് കൊണ്ട് നശിപ്പിക്കപ്പെട്ടാൽ പതിയെ പതിയെ നമ്മുടെ എക്കോസിസ്റ്റം ഫുള്ളായി ഡിസ്ട്രോയിഡ് ആയി പോകും, നമ്മുടെ നേച്ചർ ഇല്ലാതായി പോകും. അതിൻ്റെ സംരക്ഷണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു ഹൈപ്പോത്തസിസ് പ്രപ്പോസ് ചെയ്യപ്പെട്ടു. അതിനെയാണ് റിവറ്റ് പോപ്പർ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. അത് പ്രപ്പോസ് ചെയ്ത സയൻറ്റിസ്റ്റ് പോൾ എർലിച്ച് ആണ്. നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം പോൾ എർലിച്ച്. Question number 5. The historic convention on biodiversity, the Earth Summit, was held at options: Johannesburg, Rio de Janeiro, Tokyo, Montreal. ആഗോളതലത്തിൽ സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്ന ആശയത്തോട് ചേർന്ന് നടന്ന കൺവെൻഷൻസിൽ ഒരെണ്ണമാണ് എർത്ത് സമ്മിറ്റ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹിസ്റ്റോറിക്കൽ കൺവെൻഷനാണ് എർത്ത് സമ്മിറ്റ്. അത് 1992 റിയോ ഡി ജനറോയിലാണ് നടന്നത്. നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം റിയോ ഡി ജനറോ. ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ആശയങ്ങൾ സംഗ്രഹിച്ചുകൊണ്ട് +2 പരീക്ഷയ്ക്ക് ആവർത്തിച്ചു വരുന്ന ചോദ്യങ്ങളാണ് ഈ ഒരു പ്രസൻറ്റേഷനിൽ കണ്ടത്. ഇനി വരുന്ന ലേണിംഗ് മൊഡ്യൂൾസിൽ മറ്റുള്ള ചാപ്റ്റേഴ്സും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. നന്നായി പഠിച്ചൊരുങ്ങുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.